ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ബാവലിപ്പുഴയുടെ തീരത്തുള്ള കൊട്ടിയൂർ ക്ഷേത്രം ആചാരത്തിലെ സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. യാഗകർമ്മിയായ മുനിയുടെ താടി എന്ന സങ്കല്പം വെച്ച് പ്രസാദം നൽകുന്ന ഏക ദേവസ്ഥാനമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഉത്സവകാലത്ത് മാത്രം പ്രവേശനമുള്ള വനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അക്കരെ കൊട്ടിയൂരിൽ സ്വയംഭൂവെന്ന് സങ്കല്പിക്കുന്ന ശിവലിംഗമാണ് ആരാധനാ കേന്ദ്രം. ക്ഷേത്രസങ്കല്പത്തിനും ക്ഷേത്രാരാധനയ്ക്കും സവിശേഷമായ മാനം കൈവരുത്താൻ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് കഴിയുന്നു. ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഭൃഗുമുനിയുടെ താടിയെന്ന് സങ്കല്പിച്ച ഭക്തന്മാർ ഓടപ്പൂ കൊണ്ടുപോവുകയും വീടുകളിൽ തൂക്കിയിടുകയും ചെയ്യുന്നത് ദക്ഷയാഗത്തിന്റെ സ്മരണകളുമായാണ്. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. എന്തായാലും ഓടപ്പൂ പ്രകൃതിയുമായിട്ട് അത്രത്തോളം ബന്ധമുള്ള ഒരു സാധനമാണ്. കാരണം ഇത് ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രതീകം. ദേവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീടുകളിൽ കൊണ്ടേ കിട്ടുന്ന ഇളം ഓടയുടെ തണ്ട് ചീകിയെടുത്ത് ചതച്ച് നാരുകളാക്കിയിട്ടാണ് ഈ ഓടപ്പൂ നിർമ്മിക്കുന്നത്. ഈ ഓടപ്പൂ എന്ന പദം തന്നെ, ഈ ഓടപ്പൂ എന്ന വസ്തു തന്നെ കൊട്ടിയൂർ ദേവസ്വം പേറ്റന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വൈശാഖ നാളിലാണ് ദക്ഷൻ യാഗം നടത്തിയതെന്നാണ് ഐതിഹ്യം. ദക്ഷ പ്രജാപതി മഹായാഗത്തിന് സ്വന്തം പുത്രിയായ സതീദേവിയെയും ഭർത്താവായ മഹാദേവനെയും ഒഴിവാക്കി മറ്റ് ദേവന്മാരെയും പ്രമാണിമാരെയും എല്ലാം ക്ഷണിച്ചു. എന്നാൽ സതീദേവി യാഗം കാണാൻ അത്യധികം ആഗ്രഹിച്ചു. പിതാവ് തന്നെ അപമാനിക്കുമെന്നും അതിനാൽ യാഗത്തിന് പോകരുതെന്നും മഹാദേവൻ കൽപ്പിച്ചെങ്കിലും സതീദേവി വഴങ്ങിയില്ല. ഒടുക്കം യാഗത്തിന് പങ്കെടുക്കാൻ ശിവൻ പത്നിക്ക് അനുവാദം നൽകുകയും ഒപ്പം കൂട്ടിനായി ശിവഭൂതങ്ങളെ അയക്കുകയും ചെയ്തു. സതീദേവിക്ക് യാഗം കാണണം, അച്ഛൻ നടത്തുന്ന യാഗം കാണണമെന്നൊരു മോഹം ജനിക്കുകയും മഹാദേവനോട് അനുവാദം ചോദിക്കുകയും ചെയ്തെങ്കിലും മഹാദേവൻ പറഞ്ഞു, നിന്റെ അച്ഛൻ നിന്നെ അപമാനിക്കും, അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും ഈ സ്ത്രീ സഹജമായ ചപലതയോടെ അവർ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ മഹാദേവൻ സമ്മതിക്കുകയും സതീദേവി യാഗഭൂമിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ യാഗശാലയിൽ പ്രവേശിച്ച ഉടനെ മഹാദേവനോടുള്ള വിരോധത്താൽ ദക്ഷൻ സതീദേവിയെ അവഹേളിച്ചു. അപമാനിതയായ സതീദേവി സ്വന്തം യാഗശക്തിയാൽ ഉണ്ടാക്കിയ അഗ്നിയിൽ ജീവത്യാഗം ചെയ്തു. ദേവിയുടെ വിയോഗത്തിൽ കോപിഷ്ഠനായ ശിവൻ തന്റെ ജട പിടിച്ച നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രൻ എന്ന മൂർത്തിയെ സൃഷ്ടിച്ച ദക്ഷയാഗം മുടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വീരഭദ്രൻ പരമശിവന്റെ ആജ്ഞ സ്വീകരിച്ച യാഗശാലയിലെത്തി യാഗം മുടക്കുകയും ദക്ഷപ്രജാപതിയുടെ ശിരസറുത്ത ഹോമകുണ്ടത്തിൽ എറിയുകയും ചെയ്തു. യാഗത്തിന്റെ യജ്ഞാചാര്യനായ ഭൃഗുമുനിയുടെ താടി വലിച്ച് പറിച്ചെടുത്ത് ഇന്നത്തെ തിരുവഞ്ചിറയിലേക്ക് എറിഞ്ഞുവെന്നുമാണ് സങ്കല്പം. മുനിമാരെല്ലാവരും വലിയ ശ്രേഷ്ഠന്മാരാണല്ലോ. അവർ താടി പിടിച്ച് മുറിച്ച് വലിച്ചെറിഞ്ഞു. ആ താടി ചെന്ന് വീണ സ്ഥലത്തെല്ലാം ഒരു വെളുത്ത പൂക്കൾ രൂപപ്പെട്ടു എന്നൊക്കെയാണ് ഇതിന്റെ കഥ. വേറെ ഒരിടത്തും ഓടപ്പൂ എന്ന പേരിൽ ഇത്തരമൊരു പ്രസാദം നിലവിലില്ല. ETV ഭാരത്, കണ്ണൂർ.